എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, ഞങ്ങളുടെ സൺഡേ ഹോളിഡേ പരിപാടികൾ. അതായത് ഇന്ന് സത്യം പറഞ്ഞാൽ വലിയ എൻജോയ്മെന്റ് ഒന്നുമില്ല. കാരണം നാളെ തൊട്ട് ഞങ്ങളുടെ ക്രിസ്മസ് എക്സാം തുടങ്ങുകയാണ്. അതിനായുള്ള കടുത്ത പ്രിപ്പറേഷനിലാണ് ഞങ്ങൾ. മലയാളം പരീക്ഷ എനിക്ക് മലയാളം പരീക്ഷ തന്നെയാണ് ആദ്യം. പക്ഷെ ഞാൻ ബഷീറിന്റെ സർപ്പയത്നത്തിലെ 5ാം ക്ലാസ് അല്ലേ, അവന് പഠിക്കാൻ ഇനിയും സമയമൊക്കെ ഉണ്ട്. ഒരു ഫൺ ഫാക്ട് പറയട്ടെ, ഈ നീർനാഗം എന്ന് പറയുന്ന ഈ കഥയില്ലേ സർപ്പയജ്ഞത്തിലെ, അത് ഞങ്ങൾ ഇപ്പൊ നടക്കാൻ പോകുന്ന എക്സാമിലെ പാഠം ആണോ? ഓ, അപ്പൊ നമുക്ക് പറയാം രാവിലത്തെ മോർണിംഗ് വായനയും സ്കൂളിലേക്കുള്ള പഠനവും ഒരുപോലെ. പ്രശ്നമുണ്ട്, അത് പോഷൻ അല്ല ബ്ലഡി ഫുൾ. അപ്പോ ഇന്നലെ ഇലക്ഷന്റെ പശ്ചാത്തലത്തിലൊക്കെ ഇരിക്കുകയാണ്. എങ്കിലും ഇതൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണല്ലോ. പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരാനുണ്ട്. ആ സമയം ഇടതുപക്ഷം കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് വരുമായിരിക്കും. എന്തായാലും എനിക്ക് വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറയാനുള്ളത്, നിഷാനി വായിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്നോട് പറഞ്ഞ ഒരു ഓൾട്ടർനേറ്റീവ് മൂവി സ്റ്റോറിയാണ്. ഓക്കെ, ആ സ്റ്റോറി ഞാൻ പറയണോ നിഷാൻ തന്നെ പറയണോ? അവന്റെ കഥയാണല്ലോ. ഞാൻ പറയാം. ഈ കളങ്കാവിലൊക്കെ ഇപ്പൊ റിലീസായല്ലോ മമ്മൂട്ടിയുടെ, ആ സിനിമയുടെ പശ്ചാത്തലത്തിലൊക്കെയാണ് ഇപ്പൊ ഈ ഒരു കഥ വരുന്നത്. ആ സിനിമയില് മമ്മൂട്ടിയുടെ ഒരു നായികയായി വരുന്ന നടിയാണ് ശ്രുതി. ആ നടിയെ ഇങ്ങനെ വേറെ ശ്രുതി രാമചന്ദ്രൻ. ആ നടി സൺഡേ ഹോളിഡേസില് ആസിഫ് അലിയുടെ നായികയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ആ സൺഡേ ഹോളിഡേ സിനിമയിൽ ആസിഫ് അലിയെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം കഴിക്കുന്നുണ്ട് ഈ ശ്രുതി. പിന്നീട് ക്ലൈമാക്സിൽ ആസിഫ് അലി വരുമ്പോൾ ആസിഫ് അലിയുടെ ആ ഒരു വിജയം കണ്ട് അതിൽ അവനെ ചതിച്ചതിന്റെ സങ്കടത്തിൽ അന്നുള്ള ആ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഒറ്റപ്പെട്ട ജീവിതം ശ്രുതി മുന്നോട്ട് കൊണ്ടുവന്നു. അപ്പോഴാണ് മമ്മൂട്ടിയെ അവർ പരിചയപ്പെടുന്നത്. ഏത് മമ്മൂട്ടി? കളങ്കാവിലെ മമ്മൂട്ടി. മമ്മൂട്ടിയെ കണ്ട് മമ്മൂട്ടിയുടെ സ്നേഹം തോന്നി അവർ തമ്മിൽ പ്രണയത്തിലാക്കുന്നു. അപ്പോഴാണ് മമ്മൂട്ടി ഒരു സൈക്കോ ആണെന്നും മമ്മൂട്ടി സ്ത്രീകളെ ഇങ്ങനെ കൊല്ലുന്നൊരു വ്യക്തിയാണെന്നും അവർ തിരിച്ചറിയുന്നതും മമ്മൂട്ടി അപ്പം തന്നെ ഇവരെ കൊല്ലുകയും ചെയ്യുന്നത്. അങ്ങനെ അവിടെ മരണപ്പെട്ട ആ ശ്രുതി ഒരു ദുർമരണമാണ്, കൊലപാതകമാണ്. ആ പശ്ചാത്തലത്തിൽ അവർ ഒരു പ്രേതമായി തിരികെ വരുന്നു. പ്രേതം 1, ജയസൂര്യയുടെ പ്രേതം 1. അതായത് ഒരു കാര്യം കൊണ്ടിട്ട് സൺഡേയിലാണ് ഇവർ ആൾക്കാരെ കൊല്ലുന്നത്. കാരണം ആദ്യത്തെ സിനിമയുടെ പേര് സൺഡേ ഹോളിഡേ എന്നാണല്ലോ. സൺഡേയിലാണ് ഇവർ ആൾക്കാരെ കൊല്ലുന്നത്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ തിയറിയാണ് കളങ്കാവിലെ ദേവി അസുരനെ കൊല്ലുന്നതാണല്ലോ അർത്ഥം. അപ്പൊ അതുപോലെ ഇപ്പൊ ഇതിലെ ദേവിയാണ് ശ്രുതി രാമേന്ദ്രൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ട്, ഇവരൊരു പ്രേതമായതുകൊണ്ട് തന്നെ ആൾക്കാരെ പെട്ടെന്ന് തന്നെ കൊല്ലാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു ഓൾട്ടർനേറ്റീവ് സിനിമയ്ക്ക്, ഈ ഒരു സ്ക്രിപ്റ്റിന് ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേര് സൺഡേ ഹോളിഡേ സായും കളങ്കാവിലെ കായും പ്രേതത്തിലെ പ്രേയും കൂടെ ചേർത്ത് സക്കപ്രേ. അതാണ് ഞങ്ങൾ ഈ ഓൾട്ടർനേറ്റീവ് മൂവിയുടെ പേര്, സക്കപ്രേ. ഇത് ഉടനെ തന്നെ റിലീസ് ചെയ്യണമെന്നൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പറ്റുവാണെങ്കിൽ നമുക്ക് അടുത്ത വർഷം അല്ലെങ്കിൽ അതിന്റെ അനുബന്ധിച്ചുള്ള വർഷങ്ങളിൽ തന്നെ നമുക്കിത് റിലീസ് ചെയ്യാവുന്നതാണ്. ഇനി ശരിക്കുള്ള സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് മൂവി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ അഫ്കോഴ്സ് മമ്മൂട്ടി തന്നെയാണ്. മമ്മൂട്ടി വില്ലനായിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. ആ ഒരു വില്ലനിസവും ആ ഒരു ആക്ടിങ്ങും കിടിലായിരുന്നു. ആ മൂവിയുടെ ഗ്രേസ് ഫാക്ടർ എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ ആക്ടിങ് ആണ്. പിന്നെ സിനിമ എടുത്തിരിക്കുന്ന രീതി, അതിന്റെ മുജീബ് മജീദ് അല്ലേ ആ മ്യൂസിക്, ആ മ്യൂസീഷ്യന് ഒരു രക്ഷയില്ലാത്താണ്. എക്കോയിലും കിഷ്കിന്താകാണത്തിലൊക്കെ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഇതിലും ആ നിലാക്കായൽ വെളിച്ചം ആ പാട്ടുണ്ടല്ലോ, അതൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി ഒക്കെ ഫാന്റാസ്റ്റിക് ആയിരുന്നു. അപ്പോൾ ഓവറോൾ എനിക്ക് മൂവി ഒരു ഗുഡ് നൈസ് വാച്ച് ആയിട്ട് തന്നെയാണ്. ഞാൻ ഇനി പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം നിവി എല്ലാം പറഞ്ഞല്ലോ. എനിക്ക് അതുപോലെ തന്നെയാണ് അഭിപ്രായം. ഇനി പക്ഷെ ഈ സൺഡേയിൽ കളിക്കാൻ പോകണം, ഒരു 6:30 വരെ കളിക്കണം എന്നൊക്കെയാണ് പ്ലാൻ. അപ്പോഴാണ് ഓർത്തത് നാളെ പരീക്ഷയാണ്, എല്ലാവരും പരീക്ഷയ്ക്കായി പ്രിപ്പയർ ചെയ്യുക. ക്രിസ്മസ് എക്സാം ആണ്. ഡോണ്ട് വേസ്റ്റ് ടൈം. അതെ, ഇങ്ങനത്തെ വീഡിയോ ഒന്നും കണ്ട് സമയം കളയരുത്, പോയി പഠിക്കുക. പഠിക്കുന്നതിനിടയ്ക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സിനിമ കഥകളൊന്നും ഉണ്ടാക്കരുത്. നമ്മൾ പഠിക്കണം, അതാണ് മെയിൻ. പഠനമാണ് വിജയത്തിലേക്കുള്ള ചവിട്ടുപടി. ഓക്കെ, അപ്പം ഞങ്ങൾ ബാക്കിയിരുന്ന് നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയൊക്കെ ഇരുന്ന് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങളും പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും നിഷാരൊപ്പം.